ഹായ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് നെഗറ്റീവ് ആണെങ്കിൽ, ഇവർക്ക് ഫുൾ പോസിറ്റിവിറ്റിയാണ് കിട്ടിയിരുന്നതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആൾറെഡി ഇതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇന്നത്തെ ജഡ്ജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബാങ്കുകൾ നിങ്ങളുടെ ആവശ്യം നിരസിച്ചത് എന്ന്. അപ്പോൾ ബാങ്കുകൾ ആവശ്യം നിരസിച്ചത് ഇവരുടെ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇൻട്രീം ഓർഡർ ഇട്ടത്. പക്ഷേങ്കിൽ ഇവർ ബിസിനസ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണെന്ന് ഇവർ ബാങ്കുകളെ തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ടാണ് ബാങ്കുകൾ ഇവരുടെ അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കി കൊടുക്കാതിരുന്നത് എന്ന് അതിൽ വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം വിധിന്യായത്തിലും അല്ലെങ്കിൽ ആ സമയത്തും ഇദ്ദേഹം ജഡ്ജ് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, അത് തന്നെയാണ് ബാങ്കുകളും, അതുകൊണ്ട് തന്നെയാണ് ബാങ്കുകളും നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്ത് തരാതിരുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഇത് കൃത്യമായിട്ട് ഇതാണ് എക്സാമ്പിൾ പറഞ്ഞത്. നിങ്ങൾ അവിടെയുള്ള ആൾക്കാരുടെ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൻ്റെ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് എന്ന് പറയുക. അല്ലാതെ നിങ്ങളുടെ തട്ടിപ്പ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനോ അതൊന്നുമല്ല ഇത് എന്ന് പ്രത്യേകിച്ച്. അപ്പോൾ പിന്നെയുള്ള കാര്യങ്ങൾ, അദ്ദേഹം നമ്മുടെ വക്കീലിൻ്റെ ഒരു കള്ളം കൂടി പൊളിഞ്ഞു. അപ്പോൾ വക്കീൽ ദേവൻ രാമേന്ദ്ര ചോദിച്ചു, നിങ്ങൾ ഇന്നലെ വന്നു, 22-ാം തീയതി വന്നു, ഞാനൊരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വെക്കേഷൻ കോഡിൽ 29-ാം തീയതി വന്നു, പിന്നെ നിങ്ങൾ ഇന്നലെ വന്നു, ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്, ഇന്നിപ്പോൾ നാളെയും വരും, മറ്റന്നാളും വരും. ഞാനിത് നിങ്ങളോട് എത്രയോട് പറയണം, എനിക്കിതിൻ്റെ അധികാരമില്ല. തൃശ്ശൂർ സെഷൻ കോഡ് 2 ആണ് ഇതിൻ്റെ അധികാരം എന്ന്. അപ്പോൾ വക്കീൽ പറഞ്ഞത് അവർ അവിടെ സിറ്റിംഗ് ഇല്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നത് എന്നാണ്. അപ്പോൾ അന്നേരം തന്നെ രജിസ്ട്രാരോട് ചോദിച്ചു, രജിസ്ട്രി. അപ്പോൾ അവരോട് പറഞ്ഞ് ആരാണ് ആ കേസ് എടുക്കുന്നത്, അവിടെ സിറ്റിംഗ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് എന്നെ 11 മണിക്ക് അറിയിക്കാൻ പറഞ്ഞു. ഇതൊരു 10:45 സംഭവം. അപ്പോൾ അന്നേരം തന്നെ ഇട്ടുകൊണ്ട് സംഭവങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അവിടെ സിറ്റിംഗ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ വക്കീൽ കളവ് പറയുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ അവിടെ ഇതുവരെ അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനി അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തിനിടയ്ക്ക് ആ കേസ് എടുക്കണം, വിധി പ്രഖ്യാപിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. 2 ദിവസത്തിനിടയ്ക്ക് ആ ഹിയറിങ് തുടങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും ഇടയ്ക്ക് ഹിയറിങ് തുടങ്ങണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് അതിലൊരു തീർപ്പ് കൽപ്പിക്കണം. ഇൻട്രീം ഓർഡർ, ഇടക്കാല ഉത്തരവുകൾ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇവരുടെ പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റ് 2 ദിവസം ഉണ്ടാവണം എന്നല്ല. ചിലപ്പോൾ ഇവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിധി എന്ന് പറയുന്നത്. എല്ലാവരും ഓർഡർ വായിക്കുക, ഇവരുടെ കള്ളത്തരങ്ങൾക്ക് വീഴാതിരിക്കുക. ആർക്കെങ്കിലും കേസ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അത്രമാത്രമേ പറയുന്നുള്ളൂ, ആർക്കെങ്കിലും കേസ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കുക. കമ്പനി ഇനിയിപ്പോൾ നമ്മുടെ തൃശ്ശൂർ സെഷൻ കോഡ് 2 അത് പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് ആക്കിയിട്ട് ലേലവും വീടൊക്കെ ജപ്തിയൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും തന്നെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടോ കരഞ്ഞിട്ടോ വേറെ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. അതിന് മുന്നേ ഇവരുടെ അസറ്റ് ഫൈനലൈസ് ആകുന്ന ഉള്ളിൽ നമുക്ക് ഇത്ര പൈസ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടും. ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട തുകയിനെക്കാട്ടിയും നിങ്ങൾക്കായിരിക്കും ഡെപ്പോസിറ്റർ, നിങ്ങൾ ആരാണോ, ഏത് വ്യക്തിക്കാണോ ബാധ്യതയുള്ളത് അവർക്കായിരിക്കും കോർട്ട് മുൻഗണന കൊടുക്കുക. എന്നിട്ട് മാത്രമേ ഇവർ നിയമപരമായിട്ട് കൊടുക്കേണ്ട ബാധ്യതകൾ, നികുതി, മറ്റേ അത് ഇത് GST അത് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജനങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന തുക മാത്രമേ സർക്കാരിന് കിട്ടേണ്ട നികുതിയായിട്ട് എടുക്കുകയുള്ളൂ. അങ്ങനെയാണ് ഈ ലോ ഉള്ളത്. അപ്പോൾ ബഡ്സ് ആക്ട് അങ്ങനെയാണുള്ളത്. നിങ്ങൾക്ക് ആർക്കാണോ നിങ്ങൾക്ക് തരാനുള്ളത് അത് തന്നിട്ട് ബാക്കി മാത്രമേ, ഇനിയിപ്പം GSTയിൽ ഇപ്പോൾ കുറച്ച് പൈസ അടക്കാണ്ട് വിചാരിക്കുമോ, അപ്പോൾ നിങ്ങൾക്കും കുറച്ച് പൈസ തരാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആദ്യം പൈസ, അതിനുശേഷം ഗവൺമെൻറ്റിലേക്കുള്ള നികുതികൾ എന്നുള്ള തലത്തിലാണ് ഇത് പോവുക. അപ്പോൾ വേറെ ഒരു കോർട്ടിനും അധികാരമില്ല എന്ന്
ഒരിക്കൽ കൂടി നമ്മുടെ അശ്വിൻ വക്കീലിനെ നമ്മുടെ ദേവൻ രാമചന്ദ്രൻ പഠിപ്പിച്ചിരിക്കുകയാണ് മക്കളെ, പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. എൻ്റെ ഇന്ന് ഞാൻ രാവിലെ തന്നെ 100% ആക്കിയതാണ്. ഇപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് ഇത് ഞാൻ രണ്ടാമത് ചാർജ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നു, ഒരുപാട് ആൾക്കാർ കോർട്ടിൻ്റെ ആ ഡീറ്റെയിൽസ് അയച്ചു തരുമെന്ന് പറയുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് കോർട്ടലക്ഷ്യമാണ്. കോർട്ടിൻ്റെ ജഡ്ജിയുടെ വീഡിയോ ഒന്നും അങ്ങനെ പിന്നെ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ ആരുമായിട്ടും ഷെയർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന് ശേഷമാണ് ചില ആൾക്കാർ, വക്കീലന്മാരും ഒക്കെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇത് പിന്നെ ഷെയർ ചെയ്യരുത്, അത് നിയമവിരുദ്ധമാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ്, അത് റെക്കോർഡ് ചെയ്യലും മറ്റേ പ്രചരിപ്പിക്കലും ഒക്കെ കുറ്റകരമാണ്. ചിലപ്പോൾ ഈ ബുദ്ധിയില്ലാത്ത ടീമുകൾ ഈ വക്കീലാണോ നമ്മുടെ ഹൈറിച്ചിനെ പൊളിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ ബിസിനസ് പൊളിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ ചിലപ്പോൾ വക്കീലിനെയും മോശക്കാരാക്കാനും ചീത്ത വിളിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അത് ഷെയർ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ പിന്നെ എല്ലാവരും ഈ വിധിന്യായം വായിക്കുക, മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ. ശ്രീനിയും പ്രതാപനും ഒരിക്കലും ദൈവപുത്രന്മാരല്ല, അവർ കള്ളത്തരം ചെയ്തിട്ട് ജീവിച്ചു പോകുന്ന ഒരാൾക്കാരാണ്. വെളുക്കെ ചിരിച്ച് അറക്കുന്ന ടീമുകളാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അവരുടെ പേരിൽ ഒരുപാട് കേസുണ്ട്. കഴിഞ്ഞ മറ്റേ ഇതുപോലെയുള്ള മണി ചെയിൻ തട്ടിപ്പുകളൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കോമഡി, എനിക്ക് അറിയില്ല, നമ്മുടെ ആ ഹോമിയോ ഡോക്ടർ ഉണ്ടല്ലോ, ആരോ ഒരാൾ ഇന്നലെ കമൻറ്റോ അല്ലെങ്കിൽ ലൈവിലായിട്ട് പറഞ്ഞതാണ്, ആ ഹോമിയോ ഡോക്ടർ ഇപ്പം അലോപ്പതി ഡോക്ടർമാർ ചികിത്സിക്കുകയാണ് എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തത്. അദ്ദേഹം ഈ പൈസയൊക്കെ പോയ അവസ്ഥയിൽ അദ്ദേഹത്തിന് പിന്നെ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത് എന്നാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നിനക്ക് എന്തിനാണ് ഇത്ര സന്തോഷം, ഒരുപാട് ആൾക്കാരുടെ പൈസ പോയപ്പോൾ നിനക്ക് എന്തിനാണ് ഇത്ര സന്തോഷം എന്നുള്ളത്. അത് സന്തോഷമല്ല, ഇത് ഈ ഒരു തട്ടിപ്പ് ഇവിടെ കൊണ്ട് അവസാനിച്ചല്ലോ എന്നുള്ള ചെറിയൊരു ആശ്വാസമാണ്. അതിന് നിങ്ങൾ സന്തോഷമായിട്ട് എടുക്കേണ്ട. നിങ്ങളൊക്കെ പറയുന്ന പോലെ എനിക്ക് വിഷമം തന്നെയാണ്. അല്ല, പൈസ പോയവർക്ക് വിഷമമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക, അതുപോലെ തന്നെ സന്തോഷിക്കുക. നമ്മുടെ പ്രതാപ് മുതലാളി നമ്മളെ ചതിക്കൂല, തെങ്ങ് ചതിക്കൂല, തേങ്ങ ചതിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ടീമുണ്ടല്ലോ, അതുകൊണ്ട് പ്രതാപിനെ നമ്മളെ ചതിക്കൂല. എന്തായാലും ഞാനിങ്ങനെ കൊതിക്കുകയാണ് ചീന മാഡത്തിൻ്റെ ഒരു വോയിസ് നോട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ജയിച്ചു മക്കളെ, നമ്മൾ പിന്നെയും ജയിച്ചു മക്കളെ, നിങ്ങളെയൊക്കെ പൈസ 2 ദിവസം കൊണ്ട് തരും മക്കളെ, നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ, എത്ര പൈസ തരാനുള്ളത് എന്നൊക്കെ എണ്ണിത്തിരിക്കുകയാണ് മക്കളെ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പാർട്ട്നേഴ്സ്, താങ്ക് യു മോലാലുമാരെ, താങ്ക് യു മില്യണേഴ്സ്, താങ്ക് യു ബില്യണേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അതൊന്ന് കേൾക്കണമായിരുന്നു. എന്താണല്ലേ. അപ്പോൾ ബൈ.